ഇവിടെയുള്ള ഭർത്താക്കന്മാരുടെ മുന്നിൽ അവരുടെ ഭാര്യമാർ അല്ലാഹുവിനോട് പറയുന്ന ഒരവസ്ഥയുണ്ട്. ഭർത്താക്കന്മാരാണ് ഭാര്യമാരെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു വിധി എഴുതുമ്പോ നരകത്തെ കാക്കുന്ന മലക്കുകൾ അവരെ നരകത്തിലേക്ക് ആനയിക്കുന്ന അവസരത്തിലാണ് അവിടുന്ന് പറയുകയാണ് അല്ലാഹ് റബ്ബനാ ഖുദ് ലനാ ബിഅബ്ദിനാ. ഈ പ്രപഞ്ചത്തിന്റെ അധികാരിയായ അധീശാധികാരിയായ അല്ലാഹുവേ, ഞങ്ങൾക്കൊരു നിമിഷം ഒന്ന് തരുമോ? നിന്റെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് ഞങ്ങളെ വലിച്ചെറിയുന്നതിന് പകരം ഞങ്ങളുടെ ഇത്തരം വഴികളിലെ കാരണക്കാരനായ എന്റെ ഭർത്താവിനെ നീ നരകത്തിലേക്ക് ഇടണമല്ലാ. ഞാൻ ബസ്സിൽ കയറുമ്പോ തലമറയ്ക്കാതിരിക്കുന്ന അവസരത്തില് എന്താ പെണ്ണെ നീ തലമറയ്ക്കാതെ നിന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടില്ല? അന്യപുരുഷന്മാരിടപെടലുന്ന സ്ഥലത്തേക്ക് നിക്കാവതിരിക്കാതെ ഉളം തുറന്നിട്ട് ഞാൻ കടന്നു വരുമ്പോ എന്റെ ഭർത്താവ് അതിന് എതിര് നിന്നില്ല. അല്ലാ, ഞാൻ തോന്നിവാസത്തിലേക്കും വഴികേടിലേക്കും ഞാൻ നടന്നെടുക്കുമ്പോ അതൊന്നും മരുത് മോളെ എന്ന് പറഞ്ഞെന്നെ മാറ്റി നിർത്താൻ എന്റെ ഭർത്താവ് കൂട്ടാക്കിയിട്ടില്ലല്ലാ. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വഴികേടിലേക്ക് പോയതെന്ന് ഇവിടെയുള്ള ഭാര്യമാര് ഭർത്താക്കന്മാർക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. ഈ ലോകത്ത് പാലാണ്, പഞ്ചാരയാണ്, തേനാണെന്ന് നെഞ്ചിൽ കൈവച്ച് കൊണ്ടു നടന്ന നമ്മുടെ ഭാര്യമാരെ ഭർത്താക്കന്മാർക്കെതിരെ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം. അതുപോലെ നമ്മുടെ മക്കളോ പെൺമക്കളുള്ള പിതാക്കളെ നിങ്ങൾ ഒരു നിമിഷം കേൾക്കണേ. ഇതുപോലെ വഴികേടിന്റെ പേരിൽ മാതാപിതാക്കൾ അവരെ എതിർക്കാത്തതിന്റെ പേരിൽ വഴികേടിലേക്ക് പോയ മക്കളുടെ പെൺമക്കളെ കൊണ്ടുവരുന്ന അവസരത്തിലും അവരും അല്ലാഹുവിനോട് ഓർമ്മപ്പെടുത്തുന്നു, റബ്ബനാ അരിനല്ലദീനി, അല്ലയോ അല്ലാഹ് ഞങ്ങളുടെ രക്ഷകർത്താക്കളെ ഞങ്ങൾക്കൊരു നിമിഷം കാണിച്ചു തരുമോ? അവരുടെ പെരടിക്കൊന്ന് ചവിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താ? സ്കൂളിലേക്ക് ഞങ്ങൾ പോകുമ്പോ തലമറയ്ക്കാതെ ഞങ്ങൾ വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ എന്റെ പൊന്നു മോളെ നീ തലമറയ്ക്കാതെ പോകരുതെന്ന് എന്റെ പിതാവ് പറഞ്ഞിട്ടില്ല. അതുപോലെ അന്യപുരുഷന്മാരുമായി സ്കൂളിൽ ചെന്ന് കൂത്താടുന്ന സമയത്ത് അതിന് എല്ലാവരും പ്രോത്സാഹനവും നൽകിയിട്ട് ഞങ്ങൾക്ക് എല്ലാ വഴികളും തുറന്നു തന്നത് ഞങ്ങളുടെ രക്ഷകർത്താക്കളാണ്. ഞങ്ങൾ ചോദിച്ചപ്പോ മൊബൈൽ ഫോൺ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോ കമ്പ്യൂട്ടർ ഞങ്ങളുടെ സ്വകാര്യ റൂമുകളിൽ ഫിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്ന രക്ഷകർത്താക്കളാണ്. അതുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ ആരോരും കാണാതെ കഥകടച്ചിരുന്ന എന്റെ കാവുകളുമായി മണിക്കൂറുകളോളം സല്ലപിക്കാൻ എന്റെ വീട്ടുകാർ അവസരം തന്നു അല്ലാഹ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം വഴികേടിലേക്ക് പോയത്. എന്റെ രക്ഷിതാവേ, എന്റെ നരകത്തിലേക്ക് ഇടുന്നതിന്റെ പകരം എന്റെ മാതാപിതാക്കളെ നീ നരകത്തിലേക്ക് ഇടണമെന്ന് നമ്മുടെ നെഞ്ചത്ത് കൊണ്ട് നടക്കുന്ന, തോളിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ആവശ്യങ്ങൾ പറയുമ്പോൾ അത് നിമിഷം നിറവേറ്റി കൊടുക്കുന്ന മക്കളോ അവർ അവർക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് കള്ളം പറയാത്ത നാവ് കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചെന്ന് ചോദിച്ചോ? നിങ്ങളുടെ മക്കളോ നിങ്ങൾക്ക് നാളെ അനുകൂലമായി സാക്ഷി നിൽക്കണോ പ്രതികൂലമായി സാക്ഷി നിൽക്കണോ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു
കഥകടച്ചിരുന്ന് കരയുന്നു. കാരണം എന്താണെന്ന് അറിയുന്നില്ല. ഹബീബായ റസൂലുള്ളാഹിന്റെ സഹാബാക്കൾ വന്ന് കഥകൾ ഒട്ടിയിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒന്ന് കഥക തുറക്കുമോ നബിയേ? എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? എന്തിനാണ് അങ്ങയുടെ കണ്ണുകൾ സജലങ്ങളായി ഒലിപ്പിക്കുന്നത്? ഞങ്ങൾക്ക് താങ്ങാൻ കഴിയൂല നബിയേ. ഇറങ്ങി വന്ന് ഞങ്ങളോട് പരിഹാരം പറയണം റസൂലേ. അങ്ങയുടെ ആവശ്യം എത്രയാണെങ്കിലും ഞങ്ങളുടെ ശരീരത്തെക്കാൾ അപ്പുറം ഒരു ഘടനയിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ഹബീബേ അങ്ങൊന്ന് പറയുമോ? ഈ വാതിലൊന്ന് തുറന്നു തരുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂമിന്റെ മുന്നിൽ വന്ന് സഹാബാക്കൾ കൊണ്ടുകയാണ്. തിരിച്ച് പ്രതികരണമില്ല. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു സഹാബാക്കൾ പ്രമുഖനാണ്. മഹാനവറുകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിലേക്ക് ചെന്ന് ഫാത്തിമ ബീവി തങ്ങളെ വന്നിറങ്ങി വരുമോ? അവിടുത്തെ ഉപ്പ എത്രയോ മണിക്കൂറുകളായി കലകടച്ചിരിക്കുന്നു, കരയുകയാണ്. കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയുന്നില്ല മോളെ. റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ണമാണ്. ആര് വിളിച്ചാലും വന്നില്ലെങ്കിലും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിളി അവഗണിക്കാൻ റസൂലുള്ളാഹിന് സാധ്യമല്ല. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് വന്ന് വധുവിൽ മുട്ടിയിട്ട് പറയുന്നു, അല്ലയോ ഉപ്പാ, അങ്ങയുടെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയാണ് ഉപ്പാ, അങ്ങൊന്ന് കഥക് തുറക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഥക് ഒന്ന് തുറന്നു ചോദിക്കുന്നു. മുഖത്തേക്ക് നോക്കുമ്പോ സന്തോഷമില്ല, ദുഃഖമാണ്, പ്രമാദമില്ല, വിഷാദമാണ്. ചോദിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അങ്ങക്ക് എന്താണ് സംഭവിച്ചതെന്ന് പൊന്നുമോളോട് പറയുമോ? അപ്പോഴാണ് റസൂലുള്ളാഹി പറയുന്നത്, ഫഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ ഫയ്യാലത്തൻ കഫ്കാഹു ജാകരീമാ. എന്റെ സവിധത്തിലേക്ക് ആകാശത്തിന്റെ അനന്തതയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു മോളെ. എന്നിട്ട് പറയുകയാണ്, യാ ഹബീബല്ലാഹ്, അങ്ങൊന്ന് നോക്കണേ, നരകമേകം കാണിക്കപ്പെട്ടോ, അല്ലാഹുവിന്റെ കത്തിക്കാളുന്ന നരകാക്കി എന്നിലേക്ക് വെളിവാകുന്ന റസൂലേ. അതിലേക്ക് ഞാനൊരു നിമിഷമൊന്ന് നോക്കുമ്പോ അതിൽ അങ്ങയുടെ ഉമ്മത്തിലുള്ള ആളുകൾ ഒരുപാടുണ്ട് റസൂലേ. അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളുണ്ട് ഹബീബേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, പറയുകയാണ്, അതിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ് ഹബീബുല്ലാഹ്. ആ നരകാഗ്നിയിൽ കിടന്ന് വെന്തുരുകുന്നത്, അട്ടഹസിക്കുന്നത്, നിലവിളിക്കുന്നത് നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട പെണ്ണുങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കാര്യം പറയാൻ ഓടി വന്നതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓർമ്മപ്പെടുത്തുമ്പോ അതുകൊണ്ട് കരഞ്ഞു പോയതാണ് റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ,